ഹായ് ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുപ്പമായിട്ടിരിക്കാൻ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ ചുളികളൊന്നും വരരുത്, സ്കിന്ന് വല്ലാതെ വലിഞ്ഞു തൂങ്ങുകയൊന്നും ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും തന്നെ ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇത് സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ മാത്രമല്ല, നിറം വയ്ക്കാനും പാടുകൾ മാറാനൊക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചണവിത്താണ്. നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചണവിത്താണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചണവിത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 2-3 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ ഈ ഒരു അളവിലുള്ളത് മതി. ഈ ഒരു ചണവിത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാൻ പറ്റും. ഇത് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ജെല്ല് പോലെയാണ് കിട്ടുക. ആ ഒരു ജെല്ല് മാത്രം യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനും ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും പിന്നെ സ്കിന്നിലുള്ള പാടുകൾ മാറാനും സ്കിന്ന് നല്ലപോലെ സ്മൂത്ത് ആവാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു 2 സ്പൂൺ ചണവിത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു നല്ല ജെല്ലിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും. അതിനുശേഷമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പുതിനയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും പിമ്പിൾസൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് സ്കിന്നാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പിമ്പിൾസൊക്കെ മാറിക്കിട്ടും, പിമ്പിൾസിൻ്റെ മാർക്സ് മാറിക്കിട്ടാനും നല്ലതാണ്. പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിങ് ഗുണങ്ങൾക്കൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. സ്കിന്നിലുള്ള പിഗ്മെൻറ്റേഷൻ മാറിക്കിട്ടാനും കുറച്ചും കൂടെ നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഗുണങ്ങൾ പുതിനയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 പുതിനയിലാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കേണ്ട. ചിലവർക്ക് മുഖത്തായി കഴിഞ്ഞാൽ ഒരു നീറ്റൽ പോലെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും കുറഞ്ഞ അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിക്കുമ്പോഴേക്കും നമുക്ക് ജെല്ലിൻ്റെ പരുവത്തിലായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചപ്പോഴേക്കും നമ്മുടെ ജെല്ലൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തുമ്പം നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ തണുക്കാനായിട്ട് വെക്കരുത്. തണുക്കാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ജെല്ല് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ അരിപ്പ യൂസ് ചെയ്തിട്ടും ഈ ഒരു ജെല്ല് നമുക്ക് അരിച്ചെടുക്കാൻ കഴിയില്ല. അത് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു തുണിയിൽ അരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ജെല്ല് കിട്ടുകയും ചെയ്യും. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും, നമുക്കൊരു അരിപ്പയിൽ ഈ ഒരു ജെല്ല് അരിച്ചെടുക്കാൻ പറ്റില്ല. എനിക്കൊരു തുള്ളി പോലും ജെല്ല് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനൊരു ഷിഫോണിൻ്റെ ടൈപ്പുള്ള ഷോളിലേക്കാണ് ഈ ഒരു ജെല്ല് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തുണിയും വൃത്തിയുള്ള ഏത് കോട്ടൻ്റെ തുണി ആയാലും എടുക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ജെല്ല് നന്നായിട്ട് കിട്ടും. അപ്പം ഈ ഒരു അളവിലാണ് എനിക്ക് ജെല്ല് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാനുണ്ടാവും. നമ്മുടെ എല്ലാവരുടെയും സ്കിന്നിൽ പ്രായം കൂടുതൽ തോന്നിക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്രീ റാഡിക്കൽസ് ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ചണവിത്ത്. അപ്പോൾ ഈ ഒരു ചണവിത്തിൻ്റെ ജെല്ല് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് ചെറുപ്പമായിട്ട് ഇരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ ഒരു ജെല്ല് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്തിട്ട് യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഇത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ആക്കിയിട്ട് സ്കിന്ന് നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കും.
പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്കിന്ന് ചെറുപ്പമായിട്ടിരിക്കാനുള്ള ഗുണങ്ങളുണ്ട്. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ട് ഡാമേജ് ആവും, കരുവാളിപ്പൊക്കെ വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ തടയാൻ ആവശ്യമായിട്ടുള്ള ഗുണങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ആ ഒരു തുടിപ്പൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. നമ്മുടെ സ്കിന്നിലെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ മുഖക്കുരുവും അതിൻ്റെ പാടുകളും ഒക്കെ മാറിക്കിട്ടാൻ സഹായിക്കും. ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനും ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ കാപ്പിപ്പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജെല്ലിലേക്ക് കാപ്പിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു റിസൾട്ടൊക്കെ നമുക്ക് ഇരട്ടിയാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജെല്ലിൻ്റെ കൂടെ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് കയ്യിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ കുറേശ്ശെയായിട്ട് എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിന് ചുറ്റുമൊക്കെ ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടാൻ സഹായിക്കും. കാപ്പിപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. നമുക്കൊക്കെ കണ്ണിന് ചുറ്റുമൊക്കെ കറുപ്പ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്താൽ അതിലൊക്കെ നിങ്ങൾക്ക് നല്ല മാറ്റം തന്നെ ഉണ്ടാവും. നിങ്ങളുടെ മുഖവും കൈകാലുകളും കഴുത്തും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊരു അരമണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് നോക്കാം. ഒറ്റ യൂസ് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടാൻ ഈ ഒരു പാക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു മാറ്റം തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക.